ഹായ് ഗേസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത് ശ്രീകേശ് കുട്ടൻ്റെ ചോറൂണിൻ്റെ വീഡിയോയാണ് ഇന്ന്. ശ്രീകേശ് കുട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മാളുവിൻ്റെ കൂടെ വേറൊരു മാളുവിനെ കാണിക്കാറില്ലേ, ആ മാളുവിൻ്റെ അനിയനാണ് ശ്രീകേശ് കുട്ടൻ. അപ്പം നമ്മുടെ ചൗളത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു, എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ ചൗളത്തിൻ്റെ അന്ന് തന്നെ ആയിരുന്നു ചോറൂണ്. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ കുറേ ചടങ്ങുകളുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. വാതിൽ പുറപ്പാട് അങ്ങനെയൊക്കെയുള്ള കുറേ ചടങ്ങുകളുണ്ടായിരുന്നു, കാണാനുള്ളതായിരുന്നു അതും. അപ്പോൾ അതിന് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എനിക്കൊരവസരം കിട്ടുമ്പം എടുത്തിടാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചൗളം എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ചോറൂണിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങാറായി. കണ്ടോ, പുണ്യാഹമാണ്. പുണ്യാഹം കഴിഞ്ഞ് ചോറൂണ്. അപ്പം രാവിലെ അവിടെ ചവളത്തിന് നമ്മുടെ ദേവൻ്റെ കരച്ചിലെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇവിടെ ഇവനങ്ങനെ വലിയ വഴക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ചോറ് കൊടുക്കുന്ന സമയമായപ്പം കുറച്ച് കരഞ്ഞു. അത് പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണല്ലോ ചോറൂണ് സമയത്തൊരു കരച്ചിൽ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും ഇങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ. 6 മാസത്തിലാണ് ചോറ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മഠങ്ങളിൽ തന്നെ ഒരുപാട് ചടങ്ങോടുകൂടിയൊക്കെയാണ് നടത്തുന്നത്. പിന്നെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ വഴിപാടുണ്ടെങ്കിൽ ഇതിന് ശേഷം ആ വഴിപാടുകളുമൊക്കെ നടത്താറുണ്ട്. പിന്നെ അതിന് ചോറ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആഭരണങ്ങളെല്ലാം ഇടിയിക്കാറുള്ളത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അരിഞ്ഞാണ് ഇടിയിക്കാറുണ്ട്. അല്ലാതെ ബാക്കി മാലയും വളയും കൊലുസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇടുന്നത് ചോറ് കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ ആദ്യം ഒരു നൂലിൽ സ്വർണം കൊണ്ട് കെട്ടി, മോതിരമാണ് കൂടുതലും കെട്ടാറുള്ള, മോതിരം കെട്ടി അത് ആദ്യം കഴുത്തിൽ അണിയിക്കും അച്ഛൻ. അതിന് ശേഷമാണ് പിന്നെ ആഭരണങ്ങളെല്ലാം ഇടിയിച്ചിട്ട് അതിന് ശേഷമാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ചോറ് കൊടുക്കും. 2 കുഞ്ഞുങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട്, ഇതാണ് അവൻ്റെ ചേച്ചി മാളു. നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണുമല്ലോ, എൻ്റെ മാളുവിൻ്റെ കൂടെ അവിടെ കൂട്ടുകാരിയാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ സുന്ദരി കുട്ടികൾ കണ്ടോ, മറ്റേത് നമ്മുടെ മാളുക്കുട്ടിയുടെ അമ്മാവൻ്റെ മോളാണ്. അപ്പോൾ 2 പേരുടെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ 2 പേരും. അനിയൻകുട്ടൻ്റെ ചോറൂണല്ലേ അങ്ങനെ. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മടിയിലിരുത്തി അച്ഛൻ ചോറ് കൊടുക്കും, പിന്നെ അമ്മ കൊടുക്കും, പിന്നെ എല്ലാ ബന്ധുക്കൾക്കും ചോറ് കൊടുക്കാം. പിന്നെ ഉണക്കലരി ചോറാണ് ചോറ് കൊടുക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ പുളി, ഉപ്പ്, മധുരം ഇതെല്ലാം കൂടെ ചേർത്ത്, എരിവ് എല്ലാം കൂടി ചേർത്താണ് ചോറ് കൊടുക്കുന്നത്. എല്ലാ കൂട്ടാനും വെച്ച് ഒരു സദ്യ പോലെ തന്നെ പായസം ഉൾപ്പെടെ എല്ലാം വിളമ്പി, അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വിളമ്പി. ആദ്യം ഗണപതിക്ക് വിളമ്പി, പിന്നെ ചോറ് കൊടുക്കുന്ന കുഞ്ഞിന്, പിന്നെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് അങ്ങനെയാണ് അതിൻ്റെ ചോറൂണ്. ഇതിനെല്ലാത്തിനും ഓരോരോ മന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ പ്രാവശ്യവും ചോറ് കൊടുക്കുമ്പോൾ. അപ്പം നിങ്ങൾ 2-3 പ്രാവശ്യം ചിലപ്പം ഒരേപോലെ തന്നെ ചോറ് കൊടുക്കുന്നതാണ്. ഇത് എത്ര പ്രാവശ്യമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിന് ഓരോന്നിനും ഓരോ മന്ത്രങ്ങളുണ്ട്. പുളി കൊടുക്കുമ്പോഴും, എരിവ് കൊടുക്കുമ്പോഴും, ഉപ്പ് കൊടുക്കുമ്പോൾ, അങ്ങനെ തേന്, തൈര്, പിന്നെ നെയ്യ്, പായസം, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാണ് ചോറ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നല്ലൊരു നമ്മുടെ ശ്രീകേശ് കുട്ടൻ്റെ ചോറൂണ്. പിന്നെ അതിനിടയ്ക്കുള്ള കുറേ ഫോട്ടോ സെഷന് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുണ്ടല്ലോ, ആ സമയത്തൊക്കെ എല്ലാവരും പോയി ഫാമിലിയായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കും. കണ്ടോ, ഇത് നമ്മുടെ നന്ദൂസിൻ്റെ അച്ചമ്മയാണേ. ഇതാണ് കുഞ്ഞുവാവയുടെ അച്ചമ്മ. കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലാണേ. അതുവരെ അവൻ വഴക്കൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. പിന്നെ ഹോമവും അതിൻ്റെ പുകയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് ഉണർന്നു പോകുമല്ലോ, അങ്ങനെ ഉണർന്നതാണ്. ഇതിന് ആളെ മനസ്സിലായല്ലോ, സൂര്യ. എൻ്റെ മുമ്പ് കുറേ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ചോറൂണിൻ്റെ താരമാണേ, നോക്കി വെച്ചോണം. അടുത്ത ചോറൂണ് ഈ കുഞ്ഞുവാവയുടെയാണ്. കണ്ടോ, ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയും നിശ്ചയം, പിന്നെ വേളി, കുഞ്ഞുവാവ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശ്രാവൺ എന്നാണ് ഈ കുഞ്ഞുവാവയുടെ പേര്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ശ്രാവണിൻ്റെ ചോറൂണ് വീഡിയോ കാണാം. അപ്പോൾ അതിന് ഞാൻ പറ്റുവാണെങ്കിൽ പോയി ബാക്കി എല്ലാ ചടങ്ങുകളും എടുത്തിടാം. കണ്ടോ, ഹോമം, പുക വന്നിട്ട് നല്ല ഉറക്കത്തിലായി ആശാൻ കേട്ടോ. ഇപ്പോൾ ചോറ് കൊടുക്കുന്ന സ്ഥലം ചെടിയൊക്കെ വരച്ച് ഇലയൊക്കെ വാട്ടി പലകയൊക്കെ ഇട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്ന കണ്ടോ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ശ്രീകേശിൻ്റെ അച്ചമ്മയാണ് കേട്ടോ അതെല്ലാം റെഡിയാക്കി. ചെടിയൊക്കെ വരയ്ക്കുന്ന കണ്ടില്ലേ നേരത്തെ, പങ്കിച്ചേന്ന് വിളിക്കും ഞങ്ങൾ. എല്ലാവരോടും ഭയങ്കര കാര്യവും നല്ല സ്നേഹമുള്ള ആളാണ് കേട്ടോ ഈ കുഞ്ഞാവളുടെ അച്ചമ്മ. ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയും കൂടെ. നേരത്തെ കണ്ടില്ലേ, എൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്ന കണ്ടില്ലേ, അതിനകത്ത് അച്ചമ്മയും അമ്മയും കൂടെ കുഞ്ഞാവയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നന്ദൂസിൻ്റെ അച്ഛൻ
വേണ്ട ഇത് ഞാനേ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ശ്രീജയുടെ വിവിധ ഭാവങ്ങൾ ഞാനൊന്ന് പകർത്തിയതാണ് കേട്ടോ. കുഞ്ഞാവെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്, പക്ഷേ കിട്ടിയത് ഇതാ. അത് കഴിഞ്ഞ് ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ശ്രീജയുടെ വിവിധ ഭാവങ്ങൾ കൊള്ളാമല്ലോ എന്ന്. അങ്ങനെ അവരുടെ കുറേ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് കണ്ടപ്പോൾ ബിന്ദുച്ചിട്ട ശ്രീകേശിനെ ഫോട്ടോ എടുക്കാൻ സുന്ദരക്കുട്ടപ്പനാക്കുന്നതുണ്ടോ. പിന്നെ നമ്മുടെ നന്ദൂസിൻ്റെ ചിറ്റയും കൂടെ കേട്ടോ, അച്ഛൻ്റെ അനിയത്തിയാണ് ശ്രീജ. കണ്ടോ, ചേട്ടൻ വന്ന് വാവയെ കളിപ്പിക്കുന്നു, അമ്മ കുഞ്ഞാവയെ ഒരുക്കുന്നു. ബിന്ദുച്ചിട്ടയ്ക്ക് പിന്നെ കുഞ്ഞാവകളെ എത്ര ഒരുക്കിയാലും മതിയാവത്തില്ലല്ലോ. അങ്ങനെ അവർ ഫോട്ടോ എടുക്കുകയാണ്. നമ്മുടെ ശ്രീകേശുകുട്ടൻ ഇപ്പോഴൊക്കെ ഓണം നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. പിന്നെ അവൻ ക്യാമറയിലോട്ട് നോക്കുമെന്ന് പേടിക്കുകയേ വേണ്ട കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ നോക്കും. പിന്നെ ക്യാമറയിലോട്ട് എങ്ങനെയെങ്കിലും ഭാഗ്യത്തിന് ഒരെണ്ണമെങ്കിലും കിട്ടി. ഇത് പിന്നെ ക്യാമറയിലോട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വിളിച്ചല്ലെങ്കിൽ എന്നെ കണ്ട അവൻ എൻ്റെ ഫോണിലോട്ട് നോക്കും. അപ്പോൾ പിന്നെ ക്യാമറ ചേട്ടനെ ഞാനും കൂടെ ഉടക്കാവും. എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞു, ചേച്ചി ഇപ്പുറത്തേക്ക് ചേച്ചി. കാര്യം മൊബൈൽ കാണുമ്പോൾ അവൻ മൊബൈലിലോട്ടാണ് നോക്കുന്നത്. ഇപ്പം തന്നെ കണ്ടോ, അവൻ വേറെ എവിടെയോ ഒക്കെ നോക്കുവാണ്. ആൾക്കുട്ടിയാണെങ്കിൽ സുന്ദരിയായിട്ട് നല്ല പല പോസിലൊക്കെ നിന്നു. പിന്നെ ഇത് പിന്നെ ശ്രീജയുടെ അച്ഛനും അമ്മയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. കണ്ണൻ്റെ അമ്മ, കണ്ണൻ എന്ന് പറഞ്ഞാൽ ശ്രീകേശിൻ്റെ അച്ഛനാണ് കേട്ടോ. ശ്രീകേശിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെയാണത്. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. വീണ്ടും അവരകത്തേക്ക് വന്ന് കണ്ടോ, ഇതാണ് ചോറ് കൊടുക്കാനും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിളമ്പാനും ഒക്കെ ആയിട്ട് ഉണക്കലരി കൊണ്ടുള്ള ചോറാണ് ചോറ് കൊടുക്കാൻ എടുക്കുന്നത്. ചോറങ്ങ് ഒരുപാട് കൊടുക്കത്തൊന്നുമില്ലല്ലോ, എല്ലാവരും ഒന്ന് തൊട്ടിങ്ങനെ നാക്കിൽ തേക്കും, അത്രയേ ഉള്ളൂ. പിന്നെ പാൽപ്പായസം, ചോറ്, തൈര്, തേന്, നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത്. എന്നാലും എരിവിൻ്റെ ഒരു ചെറിയ ഇതുകൂടെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൊടുക്കും. എല്ലാ രസങ്ങളും അറിഞ്ഞിരിക്കണം, എരിവ്, ഉപ്പ്, പുളി, മധുരം തുടങ്ങിയ എല്ലാം. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കാണും. അപ്പം നമ്മുടെ കറികളെല്ലാം ആകുമ്പോഴത്തേക്കിനും എല്ലാ രുചികളും അതിനായല്ലോ. പിന്നെ പ്രധാനമായിട്ട് ചോറും ഉപ്പും പായസവും ഒക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഓരോരോ ചടങ്ങുകളാണ് ഇത്. അപ്പോൾ ഇനി ഇതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇരുന്നിട്ട് അച്ഛൻ കുഞ്ഞിനെ മടിയിലിരുത്തി ചോറ് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ അമ്മ കൊടുക്കും. പിന്നെ എല്ലാ ബന്ധുക്കൾക്കും, അച്ഛമ്മമാർ, മുത്തശ്ശിമാർ, ചിറ്റമാർ, പേരമ്മമാർ, അങ്ങനെ എല്ലാവർക്കും ചോറ് കൊടുക്കാം. ഓരോ രുചികൾ കൊടുക്കുമ്പോഴും ഓരോരോ മന്ത്രങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ മന്ത്രങ്ങളും ഒക്കെ കൂടെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചുറ്റിന് നിറച്ച ആൾക്കാരല്ലേ, ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വർത്തമാനം പറയുന്ന ബഹളവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും പിന്നെ അതൊരു രസമില്ല അങ്ങനെ കേൾക്കാനായിട്ട്. വെറുതെ ആൾക്കാർ വർത്തമാനം പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ മന്ത്രങ്ങളൊന്നും ഇടുന്നില്ല. ഇപ്പോൾ 6-ാം മാസം വരെ നമ്മൾ വേറെ ആഭരണങ്ങളൊന്നും ഇടിയിക്കത്തില്ല. ഇതാണ് ആദ്യമായിട്ടുള്ള ആഭരണം എന്ന് പറയുന്നത്, ചരടിയിൽ കോർത്ത മോതിരം. അതാണ് കെട്ടിക്കുന്നത്. അതിന് ശേഷമാണ് ഇനിയും ഇത്രയും ചടങ്ങുകൾ കഴിഞ്ഞ് ഈ മോതിരം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയി നമുക്ക് ബാക്കി സ്വർണ്ണങ്ങളെല്ലാം ഇടിയിക്കാം. മാലയും വളയും അരിഞ്ഞാണവും കാത്തളയും എല്ലാം നമുക്ക് ഇടിയിക്കാം. കണ്ടോ, അപ്പോൾ ഇനി നമുക്ക് അവനെ ഒരുക്കുന്നതും കൂടെ കാണാം. അണിയിച്ചൊരുക്കി സുന്ദരനാക്കി കൊണ്ടുവരാം. കണ്ണെഴുതി പൊട്ട് തൊടിയിച്ച് ചന്ദനമൊക്കെ തൊടിയിച്ച്. അപ്പോൾ ചോറൂണ് വരെ ചന്ദനം തൊടിയിക്കാറില്ല ഞങ്ങൾ കേട്ടോ. ചോറ് കൊടുത്തു കഴിഞ്ഞ് ചന്ദനം തൊടിയിക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഇതേപോലെ പൊട്ടൊക്കെ തൊടിയിച്ച് പിരിയൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് ഇനി വേണം നമുക്ക് എല്ലാ ആഭരണങ്ങളും ഇടിയിക്കാൻ. മാല, വള ഇപ്പം നല്ല സുന്ദരനായിട്ട് അടങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ, ചില കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ചുമ്മാതെ കരഞ്ഞ് വഴക്കുണ്ടാക്കി ഒന്നിനും സമ്മതിക്കാതെ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ശ്രീകേശുകുട്ടൻ എന്തായാലും നല്ല മിടുക്കനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്തോഷത്തിൽ അവിടെ കളിച്ചുകൊണ്ട് കിടക്കുക. കാര്യം ഇത്രയും നേരം കുറേ നേരമായിട്ട് പുകയും കൊണ്ട് കയ്യിലിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അവന് താഴെ കിടത്തിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. കണ്ടോ, അപ്പോൾ അമ്മ അവന് മാലയും അരിഞ്ഞാണവും വളയും കാത്തളയും ഒക്കെ ഇട്ട് കൊടുത്തു. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കുഞ്ഞാവയെ ഒരുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചോറുണ്ണാനായിട്ട് പോകാം. കണ്ടോ, അച്ഛൻ്റെ മടിയിലിരുത്തി ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ മന്ത്രങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇരുത്തിയിട്ട് അമ്മ വേണം ആദ്യം വിളമ്പി കൊടുക്കാൻ.
ആദ്യം ഗണപതിക്ക് വിളമ്പി, അതിനുശേഷം നമ്മുടെ കുഞ്ഞാവയ്ക്ക് വിളമ്പി, പിന്നെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ചേച്ചിമാർക്ക് 2 പേർക്കും കൊടുത്തു. പിന്നെ ചോറിൻ്റെ മുകളിലായിട്ട് നെയ്യൊഴിച്ചു. ചോറും നെയ്യും ഉപ്പും തേനും തൈരും എല്ലാം വിളമ്പിയതിന് ശേഷമാണ്, കണ്ടോ, ഉപ്പ് വിളമ്പി. അപ്പോൾ ചോറ്, നെയ്യ്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ അതിനകത്ത് വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ബാക്കി സാധനങ്ങൾ: സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, പരിപ്പ്, ഉപ്പേരി, പപ്പടം, പായസം വരെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും വിളമ്പിയതിന് ശേഷം കുഞ്ഞുവാവയ്ക്ക് ചോറ് ഊണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് എല്ലാവരും വന്ന് ചോറും കൊടുത്ത് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന സമയമാണത്. सहस्रं दवोरुहा अधा शतकृत्वो विलोकिमं मे अगधं कृता यो भुवस्वरवामौदीनां रसं प्रार्थयामि
ചോറൂണെല്ലാം കഴിഞ്ഞു. നമ്മുടെ ശ്രീകേശൂട്ടൻ ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ്. അടുത്ത കണ്ട ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീകേശിൻ്റെ അച്ഛമ്മയും അമ്മയും കൂടെ ഭയങ്കര കൂട്ടുകാരാണെന്ന്. അവരിതാ വന്ന് കുഞ്ഞുവാവയായിട്ട് മുത്തശ്ശിമാർ ഇച്ചിരി വർത്താനമൊക്കെ പറയുവാണ് കേട്ടോ. ഇനി എല്ലാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവരും ചോറുണ്ണാനൊക്കെ പോയി. സദ്യയുടെ സമയമായി. പിന്നെ നമ്മുടെ കുട്ടപ്പൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുവാണ്. കണ്ട എല്ലാം വളയും മാലയൊക്കെ ഇട്ട് സുന്ദരനായിട്ട് അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ കുഞ്ഞുവാവ. മുത്തശ്ശി കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എല്ലാ കുഞ്ഞുങ്ങളും അമ്മയുടെ ഈ പോവുകയും ചെയ്യും. കണ്ടോ, ഒരു വഴക്കും ഇല്ലാതെ അവൻ ഇരിക്കുന്നതുണ്ടോ. പിന്നെ അമ്മ കുറേ നേരം അവനെ എടുത്ത്, കാര്യം അതുവരെ നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ കുഞ്ഞിനെ എടുക്കാൻ. ചോറൂണ് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടിയപ്പോൾ അമ്മ കുറേ നേരം അവനെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞില്ലേ സദ്യയുടെ മുഖത്ത് കൊച്ചോനപ്പനും കിണ്ണപ്പനും ഒക്കെ പോയി ഉണ്ടായിരിക്കും. അത് പിടിച്ചോണേ, ഇല്ല അതൊന്ന് പിടിച്ചോണേ, ഞാൻ ഇവരുടെ വീഡിയോ എടുത്തോട്ടെ.
അവൻ ചിരിച്ചൊരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ വിട്ട പാടാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചോറുണ്ണാനൊക്കെ ഇരുന്നു. നമ്മുടെ സ്ഥിരം വർമ്മയുടെ സദ്യയാണല്ലോ, ഞാൻ എപ്പോഴും പറയാറില്ലേ. പിന്നെ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കുറേ ഫോട്ടോയും വീഡിയോയും കൂടെ ഒക്കെ എടുത്തിട്ട് പോയി. അങ്ങനെ ചോറൂണൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോറൂണും കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞ് ഊണുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനവരെ റെഡിയാക്കിയൊക്കെ ഇരുത്തി നല്ല സ്റ്റൈലായിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ എനിക്കും കൂടെ ആയിക്കോട്ടെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ ഫാമിലി ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാനും നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഫോട്ടോകളും കൂടെ എടുത്തു. അപ്പം ഞാൻ ആ ഫോട്ടോകളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറൂണിൻ്റെ വിശേഷങ്ങളും ചോറൂണ ദിവസത്തെ കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കുഞ്ഞുവാവയ്ക്കും കുടുംബത്തിനും ഗുരുവായൂരപ്പൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കിനിയും നാളെ കാണാം. എല്ലാവർക്കും അതുവരെ ടാറ്റാ ബൈ ബൈ.